സത്യമാണ്. ഒരു വ്രണമാണ് ശരിക്ക്. കോഴിക്കോടിന്റെ മാലിന്യ തലസ്ഥാനമാണ് ഞെളിയൻപറമ്പ്. 15 ഏക്കറിലധികം പരന്നു കിടക്കുന്ന പ്രദേശം പതിറ്റാണ്ടുകൾക്ക് മുൻപ് മുതലേ മാലിന്യ സംഭരണ കേന്ദ്രമാണ്. മാലിന്യത്തിൽ നിന്ന് മുക്തി നേടിയ സംസ്ഥാനത്തെ പലയിടങ്ങളെയും അസൂയയോടെയാണ് ഞെളിയൻപറമ്പിലെ മണ്ണും വായുവും നോക്കിക്കാണുന്നത്. സംസ്കരണ പ്ലാന്റ് പ്രവർത്തിക്കുന്നത് ഇവിടെ നിന്ന് ഏകദേശം 1/2 കിലോമീറ്ററിലധികം ഉള്ളിലായാണ്. ഈ കാട് മൂടിക്കിടക്കുന്നതായി കാണുന്നത് മലയൊന്നുമല്ല, മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നതാണ്. അതായത് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ വേർതിരിക്കാതെ കൂട്ടിയിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നീട് അതിന് മുകളിൽ വലിയ ഷീറ്റ് വിരിച്ച് മൂടുകയാണ് ഉണ്ടായത്. അതിന് മുകളിലാണ് ഈ ചെറിയ മരങ്ങളും കാടുമൊക്കെ തന്നെ പടർന്ന് നിൽക്കുന്നത്. ഞെളിയൻപറമ്പിൽ ഒടുവിൽ വലിയ തീപിടുത്തമുണ്ടായത് 2 വർഷം മുൻപ്. പ്ലാസ്റ്റിക് മാലിന്യം കത്തിയതിനെ തുടർന്ന് ഉയർന്ന പുക പ്രദേശമാകെ പരന്നു. ഞെളിയൻപറമ്പിലെ മാലിന്യം കുറയ്ക്കാൻ പല പദ്ധതികളും സർക്കാരുകൾ നേരത്തെ ആലോചിച്ചിരുന്നു. എന്നാൽ ഒന്നും വേണ്ടത്ര ഫലവത്തായില്ല എന്ന് മാത്രമല്ല, ചിലത് ആലോചനകളിൽ തന്നെ അവസാനിച്ചു. പ്രതിദിനം 6 ടൺ വരെ പാചകവാതകം ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി ഞെളിയൻപറമ്പിൽ തുടങ്ങുമെന്നാണ് ഏറ്റവും ഒടുവിലെ പ്രഖ്യാപനം. പൊതുമേഖലാ സ്ഥാപനമായ BPCL ചേർന്നുള്ള പദ്ധതിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ പ്രഖ്യാപിച്ചത്. ഇതിനകത്തുള്ള ലെഗസി വേസ്റ്റ് എത്ര മീറ്റർ ഉണ്ടോ അത് മുഴുവനും നമ്മൾ ആ പറമ്പിലേക്ക് എടുത്ത് മാറ്റി അതിൻ്റെ ലെവലപ്പോൾ കുറച്ച് താണു പോവും. അവിടെ കുറച്ചുകൂടെ മണ്ണൊക്കെ ഇട്ട് നമ്മൾ ലെവൽ ചെയ്യും. മനസ്സിലായോ? അങ്ങനെ ആ ഒരു പ്രശ്നം അവിടുന്ന് പരിഹരിക്കപ്പെടും. അതോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് നല്ല സൗകര്യമുള്ള ഒരു സ്കെച്ച് നമ്മൾ BPCL പ്ലാന്റ് വരാൻ വേണ്ടി ഒരു 7-8 ഏക്കർ വേണമല്ലോ. അത് നല്ല ഭംഗിയിൽ നമ്മളിത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തുടക്കത്തിൽ അവർ ചെയ്തതെന്നൊക്കെ വ്യത്യസ്തമായി SWMP നമ്മളും നമ്മുടെ എൻജിനീയേഴ്സും ഒക്കെ കൂടി ഇരുന്നുകൊണ്ട് അവർക്ക് നല്ല ഒരു സ്ഥലം, അതിൻ്റെ നടുക്കായിട്ട് ഒരു സ്ഥലവും നമ്മൾ കയറി ചെല്ലുന്ന ഭാഗത്തുനിന്ന് ഇപ്പോൾ നമ്മൾ അവിടുത്തെ എൻട്രി ഇല്ലേ, അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ലോറികൾ വരാനും അതുപോലെ തന്നെ ഗ്യാസ് കൊണ്ടുപോകാനും അത്തരം സൗകര്യങ്ങളും ജനങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു സാധനം വരും. അതിന് മുകളിലേക്കായിട്ടാണ് ഈ പറഞ്ഞതുപോലെ BPCL പ്ലാന്റ് വരിക. ഞെളിയൻപറമ്പിലെ മാലിന്യമല നീക്കം ചെയ്യാൻ അധിക കാലതാമസം ഉണ്ടാകില്ലെന്ന വാക്കുകൾ പ്രതീക്ഷയോടെയാണ് നാട്ടുകാർ കേട്ടത്. മാറുമോ ഞെളിയൻപറമ്പ്? കാത്തിരിക്കുകയാണ് നാട്. രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.